ധന്യ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സൈന്യത്തിന് നൽകിയിരിക്കുകയാണ്. ഫുൾ ഫ്ലഡ്ജായി നിൽക്കുക, എല്ലാ അധികാരവും സൈന്യത്തിന് കൊടുത്തു. ഇന്ന് ക്യാബിനറ്റ് അടക്കം അക്കാര്യം ചർച്ച ചെയ്തു. എല്ലാ മേധാവിമാരുമായും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നു. അമിത്ഷായുമായും ചർച്ച നടന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് ക്യാബിനറ്റ്, നമ്മൾ ജനാധിപത്യ രാജ്യമായിട്ട് ക്യാബിനറ്റ് അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്ക് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്നാഥ് സിംഗുമായും 3 നാവികസേന ഉദ്യോഗസ്ഥരുമായും ഒക്കെ പ്രധാനമന്ത്രി ചർച്ച നടത്തി. നിർണായകമാണ് ഇന്നത്തെ ദിവസം, എന്ത് തീരുമാനമെടുക്കും. കാരണം സൈന്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നൽകി, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ സൈന്യമാണ് ഇനി തീരുമാനിക്കേണ്ടത്, സൈനിക മേധാവികളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അതിനിടയിൽ വരുന്നത് 2 പാക് ഭീകരർ, ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 2 പാക് ഭീകരർ പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ള ഒരു വിവരം കിട്ടുന്നുണ്ട്. ഈ 6 പേരെയും പിടിച്ചു കൊടുത്താൽ അവർക്ക് 20 ലക്ഷം രൂപ പിടിച്ചു കൊടുക്കുന്നവർക്ക് കൊടുക്കും എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വനാന്തരങ്ങളിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയായി ബന്ധപ്പെട്ട രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഉചിതമായത് ചെയ്തു കൊള്ളാൻ സൈന്യത്തിന് അനുമതി നൽകിയ പ്രധാനമന്ത്രി. ഇന്നലെ ഇട്ട പോസ്റ്റാണിത്. അല്പസമയം മുൻപേ അവസാനിച്ച സേനാ തലവന്മാരുടെ കൂടിക്കാഴ്ചയിലാണ് രാജ്യത്തിന്റെ അനുമതിയും അകമഴിഞ്ഞ പിന്തുണയും പ്രധാനമന്ത്രി സേനാ തലവന്മാർക്ക് നൽകിയതെന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെയെങ്കിൽ ഫലത്തിൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നർത്ഥം. ഇങ്ങനെ ഒരു ഭവിഷ്യത്ത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. പഹൽഗാമിലെ കൂട്ടക്കൊല കൊണ്ട് പാകിസ്ഥാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേർവിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷവും തദ്ദേശീയരായ ആളുകൾ ടൂറിസവുമായി ബന്ധപ്പെട്ട നല്ല വരുമാനം ഉണ്ടാക്കി തീവ്രവാദം വെടിഞ്ഞ് സൗര്യ ജീവിതം നയിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത് തകർക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. അതിലൂടെ സംഘർഷഭരിതമായ കശ്മീരിൽ നിന്നും കൂടുതൽ പേരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. ഇതിനായി ഇന്റലിജൻസ് ഏജൻസിയായ ISI തീവ്രവാദി സംഘടനകളുമായി ചേർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് ഈ ആക്രമണം. അവർ ഇതിനായി പ്ലാൻ A, പ്ലാൻ B എന്നിങ്ങനെ 2 പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നു. ഇതിൽ പ്ലാൻ A എന്തുകൊണ്ടോ നടന്നില്ല. തുടർന്നാണ് പ്ലാൻ B നടപ്പാക്കിയത്. ഇതിനായി വലിയ ആസൂത്രണവും പ്രാദേശിക സഹായങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ബൈസൺ വാലിയിൽ സംഭവ സമയത്ത് ഏകദേശം 500ഓളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തീവ്രവാദികൾ കുറച്ചുപേരെ മാത്രം പിടിച്ചു നിർത്തി അതിൽ നിന്നും മതം നോക്കി കൊലപാതകം നടത്തിയതിന്റെ പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. അവർ ലക്ഷ്യമിടുന്നത് ഇതൊക്കെയാണ്: കശ്മീരിനെ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തുക, അതിനായി ടൂറിസം ഇല്ലാതാക്കണം. താൽക്കാലികമായി അവർ ലക്ഷ്യം നേടിയെങ്കിലും ആത്യന്തികമായി ഇന്ത്യ വിജയിക്കും. മതം നോക്കി കൊലപാതകം നടത്തിയാൽ കോപാകുലരായി ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമെന്നും വലിയ വർഗീയ ലഹള ഉണ്ടാകുമെന്നും അവർ കണക്കുകൂട്ടി. രാജ്യമെങ്ങും മറ്റൊരു ഗുജറാത്ത് മോഡൽ കലാപവും അതിലൂടെ മോദിയുടെ പതനവുമായിരുന്നു ലക്ഷ്യം. ഫലത്തിൽ ഒന്നും ഉണ്ടായില്ല. രാജ്യം ഒറ്റക്കെട്ടായി നിന്നു. എന്തിന്? കശ്മീർ താഴ്വരയിൽ പോലും ജനങ്ങൾ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമെതിരെ തെരുവിലിറങ്ങി. ഇന്ത്യ ഭരിക്കുന്ന BJPയും RSSും ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് കൊലപാതകങ്ങൾ നടത്തിയാൽ പ്രതിഷേധിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുമെന്നും സമൂഹം അതിന്റെ പേരിൽ ചേരിതിരിയുമെന്നും അവർ കണക്കുകൂട്ടി. അതും നടന്നില്ല. ആകെ സംസാരിച്ചത് പ്രധാനമന്ത്രി മാത്രം, അതും അളന്നു തൂക്കി കനപ്പെട്ട ഭാഷയിൽ. വേറൊരു നേതാവും വാ തുറന്നില്ല. RSS പോലും ടൂറിസ്റ്റുകളെ കൊലപാതകങ്ങളെയാണ് അപലപിച്ചത്. പക്വമായ പ്രതികരണത്തിലൂടെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്താനും എന്നാൽ ആഭ്യന്തരമായി ശാന്തതയും അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുമെന്ന ഉറപ്പുമാണ് സംഘം നൽകിയത്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് പ്രതിപക്ഷ MP ആയ ശശി തരൂർ മാത്രമാണ്. ഇതും രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് ഉപകരിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സമാനമായ നിലപാടാണ് Xൽ കുറിച്ചത്. സർക്കാരിന് പ്രതിപക്ഷം തുറന്ന പിന്തുണയും നൽകി. പഹൽഗാമിൽ വേണമെങ്കിൽ തീവ്രവാദികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ടൂറിസ്റ്റുകളെ കൊല്ലാമായിരുന്നു. കശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാത്തിടമായി വീണ്ടും മാറ്റി തീവ്രവാദത്തിന് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഇടമാക്കുക എന്നതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനാലാണ് 100 കണക്കിന് ടൂറിസ്റ്റുകൾ ഉള്ളയിടത്ത് മതമൊക്കെ ചോദിച്ച് തിരഞ്ഞു പിടിച്ച് കുറച്ചുപേരെ മാത്രം കൊന്നിട്ട് തീവ്രവാദികൾ പിൻവാങ്ങിയത്. ഇങ്ങനെ ഇത് പരിമിതമായി നിർത്തിയത് ഇന്ത്യയുടെ പ്രതികരണങ്ങൾ മയപ്പെട്ടതാകുമെന്ന പ്രതീക്ഷയിലാണ്. കൂടിപ്പോയാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതാണ് അവർ പ്രതികരണമായി പ്രതീക്ഷിച്ചത്. ശത്രു ചിന്തിച്ച് തീരുന്നിടത്ത് നിന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ശീലമുള്ളവരാണ് RSSകാർ. നരേന്ദ്രമോദി എന്ന ജീവിക്കുന്ന അത്ഭുത പ്രതിഭാസത്തെ പരുവപ്പെടുത്തിയത് ഇതേ RSSകാരാണെന്ന് പച്ചകൾ മറന്നു. 3 യുദ്ധങ്ങളെയും അരനൂറ്റാണ്ട് പിന്നിട്ട തീവ്രവാദ ശത്രുക്കളെയും മറികടന്ന
സിന്ധു നദീജല കരാർ പൊടുന്നനെ റദ്ദാക്കിയ നടപടി പാകിസ്ഥാന് നട്ടലിനേറ്റ പ്രഹരമായിരുന്നു. ഒരിക്കലും കര കയറാനാവാത്ത അടി. 2014 ഭരണത്തിൽ കയറിയത് മുതൽ ലഡാക്കിൽ ഈ നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ ഡാമുകളിലും പലയിടങ്ങളിലും കനാലുമൊക്കെ നിർമ്മിച്ചത് എന്നെങ്കിലും നെഹ്റു ചെയ്ത ആനമണ്ടത്തരം തിരുത്തേണ്ടി വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ അത് വെറും തുടക്കമാണെന്നും നേരിട്ട് ആക്രമിക്കാനുള്ള വരവാണ് എന്നുമുള്ള സൂചനകളാണ് അവരെ ഇപ്പോൾ ഭീതിയിലാഴ്ത്തുന്നത്. ആ ആപത്ത് കാലത്ത് കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവ് കൂടിയായപ്പോൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പേടിച്ച് പകുതി ചത്തു കഴിഞ്ഞു. ഈ തൊന്തരവെല്ലാം ഒപ്പിച്ച മിലിറ്ററി ചീഫ് ഒളിച്ചോടി എന്ന് കേൾക്കുന്നു. അതോ അജ്ഞാതന് ഇരപ്പെട്ടോ? ഇന്നലെ വരെ ഇന്ത്യക്കെതിരെ ഉറഞ്ഞു തുള്ളിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ. എങ്ങനെയും ആരുടെയെങ്കിലും കാല് പിടിച്ച് ഇന്ത്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ആരെ സമീപിക്കണമെന്നോ എങ്ങോട്ട് ഓടണമെന്നോ അവർക്കിപ്പോൾ നിശ്ചയമില്ല. അതിനാൽ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്ന തിരക്കിലാണ് അവർ ഇപ്പോൾ. അടി കിട്ടുന്നതിലും ഭീകരമാണ് ഏത് നിമിഷവും അടി വീഴുമെന്ന ഭയം. ആ ഭീതിയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ. ഒരുപക്ഷെ ഇനി ഇങ്ങനെ ഒരു രാജ്യം ഒറ്റമുറിയായി ഉണ്ടാകില്ലെന്ന ബോധ്യം കൂടി അവരെ വല്ലാതെ ഭയചരിതരാക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ ആത്യന്തികമായ വിജയം ഇന്ത്യയുടേതാകും. കഴിഞ്ഞ 78 വർഷമായി ഈ ശല്യം തുടങ്ങിയിട്ട് 3 യുദ്ധങ്ങളിലൂടെയും 10,000-കണക്കിന് തീവ്രവാദി ആക്രമണങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് വിലയേറിയ ജീവനുകൾ രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട്. 4-5 തലമുറകളായി നമ്മൾ ഇത് അനുഭവിക്കുന്നു. ഇനി വയ്യ, മതിയായി. ഇനി ഈ നശിച്ച രാജ്യം ഭൂമുഖത്ത് വേണ്ട എന്നൊരു തോന്നൽ ഓരോ ഇന്ത്യക്കാരനിലും അഥവാ ഇന്ത്യയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരിൽ വന്നു കഴിഞ്ഞു. അതിന് ഒപ്പം നിൽക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. അവരത് ചെയ്തോളും. ബാക്കി കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമണിയിക്കുന്ന നമ്മുടെ അഭിമാനമായ സൈന്യവും. യുദ്ധമുണ്ടായാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. 4 കഷ്ടമായി പാകിസ്ഥാൻ ചിഹ്നിച്ചിതറും. അധിനിവേശ കാശ്മീർ ഇന്ത്യക്കും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ കഴിഞ്ഞുള്ള മേഖലയിൽ പാകിസ്ഥാനിലെ ഒരു ഭാഗം അഫ്ഗാനും നോട്ടമുള്ളതാണ്. അത് അവർക്കും തിരികെ കിട്ടും. ബലൂച്ച് മേഖല സ്വതന്ത്രമാകും. ഒരുപക്ഷെ അധികം താമസിക്കാൻ ന്യൂദില്ലിയിൽ ബലൂചിസ്ഥാന് എംബസി തുറന്നേക്കാം. തീർച്ചയായിട്ടും വലിയ തീരുമാനങ്ങളാണ് വരുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ 4500ഓളം സൈനികർ അവിടെ നിന്നും വിട്ടുപോയി. അതായത് ജോലി വിട്ടുപോയി. കാരണം അവർക്ക് ഇന്ത്യയായിട്ടുള്ള യുദ്ധത്തെ നേരിടാൻ സജ്ജമല്ലാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ 250 ഓഫീസർമാരുൾപ്പെടെ ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ ഇന്ത്യയിൽ തന്നെ 5 ലക്ഷത്തോളം പാകിസ്ഥാൻ സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത 5 ലക്ഷത്തോളം. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്രയും ഒരു വലിയ സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇന്ത്യയുടെ ഒരു മഹത്തായ പാരമ്പര്യവും അതിഥികളോട് കാണിക്കുന്ന ഒരു മഹത്വവും ഒക്കെയാണ് അവരെ ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ അവരിവിടെയുമായി ഇവിടുത്തെ ഇന്ത്യൻ ആ ഒരു സംസ്കാരത്തേക്ക് അവർ ഇഷ്ടപ്പെട്ട് അവർ ജീവിച്ചു വരികയായിരിക്കും. ഇനിയിപ്പോൾ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമാണ്. കാരണം ഭർത്താക്കന്മാരെല്ലാം ഇന്ത്യക്കാരാണ്. അപ്പോൾ ഭാര്യ പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും. കുട്ടികളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കും. അവർ ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം ഇത്തരത്തിൽ സൈനികർ ഇല്ല, ഇനി പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തേണ്ടി വരും. വെള്ളമില്ല, അവശ്യ വസ്തുക്കളില്ല, പഞ്ചസാരയില്ല, സാധനങ്ങളില്ല. പാകിസ്ഥാൻ ഏറെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സുസജ്ജമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടു. സൈന്യത്തിന് പൂർണ്ണ പിന്തുണ, അതായത് എന്ത് ചെയ്യാനുമുള്ള പിന്തുണയും മോദിയും അമിത്ഷായും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.